ആബ്സല്യൂട്ട് സിനിമ. അല്ലാതെന്തു പറയാൻ. ഫിറോസ് ഷാ കോട്ട്ലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ കളി കാണാനെത്തിയ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഈ ദിവസം മറക്കാനാവില്ല. ഏപ്രിൽ 25 നടന്ന IPL 2026 35-ാം മത്സരമാണ് കാണികൾക്ക് അവിസ്മരണീയ നിമിഷങ്ങൾ സമ്മാനിച്ചത്. കുട്ടി ക്രിക്കറ്റിന്റെ ആക്രമണോത്സുകത ഏറ്റവും ഭീകരമായി കണ്ട ദിനം. മത്സരം പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ. അടി, തിരിച്ചടി, അടിയോടടി. കളി കണ്ട് തിളച്ചുമറിഞ്ഞ അഡ്രിനാലിന്റെ അളവെടുക്കാൻ വാക്കുകൾ മതിയാകാതെ വരുന്നുവെന്നതാണ് പരമാർത്ഥം. ടോസ് നേടിയ ഡൽഹി ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ടീം സ്കോർ 28-ൽ നിൽക്കെ പതും നിസ്സംഗയെ നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് കണ്ടത് വെടിക്കെട്ട് മഹാമഹം. ഓപ്പണർ KL രാഹുലിനൊപ്പം ചേർന്ന് നിതീഷ് റാണയും കത്തിക്കയറി. പവർ പ്ലേയിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ടീം നേടിയത് 68 റൺസ്. 10 ഓവറിൽ അത് 102 റൺസ്. 12-ാം ഓവർ നിതീഷ് റാണയുടെ വിൻറ്റേജ് മോഡ് ഓണാക്കി. ഷാവിയർ ബേർട്ട്ലെറ്റിന്റെ ഓവറിൽ റാണ അടിച്ചുകൂട്ടിയത് 28 റൺസ്. ഓവറിലെ ആദ്യത്തെയും അവസാനത്തെയും പന്തുകളെ ഗ്യാലറിയിലേക്ക് പറത്തിയ റാണ തുടർച്ചയായി 4 പന്തുകളിൽ ബൗണ്ടറിയും നേടി. ഓവർ തീരുമ്പോൾ ടീം സ്കോർ 142. അന്നേരം 32 പന്തിൽ നിന്ന് 65 റൺസുമായി റാണയും 34 പന്തിൽ നിന്ന് 65 റൺസുമായി രാഹുലും തന്നെയാണ് ക്രീസിലുണ്ടായിരുന്നത്. 14-ാം ഓവറിൽ അർഷ്ദീപ് സിംഗിനെ തുടരെ പ്രഹരിച്ച രാഹുൽ തന്റെ സ്കോർ 92-ലെത്തിച്ചു. അപ്പോഴേക്കും ഡൽഹി സ്കോർ 173-ലെത്തി. മാർക്കോ യാൻസൺ എറിഞ്ഞ 15-ാം ഓവറിന്റെ 5-ാം പന്ത് ബൗണ്ടറി അടിച്ച് രാഹുൽ സെഞ്ചുറിയിലേക്ക്. 47 പന്തിൽ നിന്നാണ് വെടിക്കെട്ട് നേട്ടം. സീസണിലെ ആദ്യത്തേതും IPL-ലെ 6ാമത്തേതുമായ സെഞ്ചുറിയാണ് താരം സ്വന്തമാക്കിയത്. ഓവറിൽ ഇരുവരും ചേർന്ന് 16 റൺസ് അടിച്ചെടുത്തു. 16-ാം ഓവറിലാണ് രാഹുൽ തന്റെ വിശ്വരൂപം പ്രാപിച്ചത്. ആവർത്തിച്ച് ഫുൾ ടോസുകൾ എറിഞ്ഞ വിജയ്കുമാർ വൈശാഖിന്റെ പന്തുകളെ രാഹുൽ ഗ്യാലറിയിലേക്ക് പറത്തിവിട്ടു. 3 സിക്സറുകളും 1 ബൗണ്ടറിയും നേടി. രാഹുൽ റാണ സഖ്യം 2ാം വിക്കറ്റിൽ 220 റൺസാണ് കൂട്ടിച്ചേർത്തത്. ബേർട്ട്ലെറ്റ് എറിഞ്ഞ 19-ാം ഓവറിലെ 3-ാം പന്തിൽ ശ്രേയസ് അയ്യറിന് ക്യാച്ച് നൽകി റാണ മടങ്ങി. 11 ഫോറുകളും 4 കൂറ്റൻ സിക്സറുകളും സഹിതം 44 പന്തുകളിൽ നിന്ന് 91 റൺസാണ് റാണ സ്വന്തമാക്കിയത്. അപ്പോഴേക്കും ഡൽഹി സ്കോർ 248-ലെത്തിയിരുന്നുവെങ്കിലും ഉഗ്രൻ ക്യാച്ചെടുത്ത ക്യാപ്റ്റൻ അയ്യറിന്റെ മുഖത്ത് ചിരി കാണാമായിരുന്നു. 67 പന്തുകളിൽ നിന്ന് 152 റൺസുമായി KL രാഹുൽ നടത്തിയത് റെക്കോർഡ് ഇന്നിംഗ്സ്. IPL-ലെ ഏറ്റവും വലിയ 3ാമത്തെ വ്യക്തിഗത ഇന്നിംഗ്സ്. 175 റൺസ് എടുത്ത ക്രിസ് ഗെയിലിനും 158 റൺസ് എടുത്ത ബ്രണ്ടൻ മക്കല്ലത്തിനും ശേഷം ആ ലിസ്റ്റിലേക്ക് തന്റെ പേരെഴുതി ചേർത്ത കിടിലം ബാറ്റിംഗ്. സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ തനിക്ക് നേരെ ഉയർന്നിരുന്ന എല്ലാ വിമർശനങ്ങളെയും കാറ്റിൽ പറത്തി 226.87 സ്ട്രൈക്ക് റേറ്റിൽ 16 ഫോറുകളും 9 പടുകൂറ്റൻ സിക്സറുകളും അടിച്ചു പറത്തിയാണ് ഈ കർണാടകക്കാരൻ നിന്ന് കത്തിയത്. പഞ്ചാബി കിങ്സിന് ജയിക്കാൻ 266 റൺസ് എന്ന വൻമല താണ്ടിക്കടക്കേണ്ടിയിരുന്നു. എന്നാൽ നിർഭയമായാണ് അവരുടെ ഓപ്പണർമാരായ പ്രിയാൻ ഷാരിയയും പ്രപ്സിമ്രാൻ സിംഗും ക്രീസിലേക്ക് ചെന്നത്. ഡൽഹി ഒരു പടക്കക്കടയ്ക്കാണ് തീ കൊളുത്തിയതെങ്കിൽ ബോംബുകളിട്ടും മിസൈലുകൾ വർഷിച്ചും പഞ്ചാബ് തിരിച്ചടിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ആദ്യ ഓവർ മുതലേ ഇരുവരും ആക്രമിച്ചു കളിച്ചപ്പോൾ പവർ പ്ലേയിൽ മാത്രം പിറന്നത് 116 റൺസ്. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ പവർ പ്ലേ റൺസ് എന്ന റെക്കോർഡുമായാണ് പഞ്ചാബ് കിങ്സ് തങ്ങളുടെ ഫന്റാബുലസ് ചേസിംഗ് ഇന്നിംഗ്സിന് ഇൻട്രോ കുറിച്ചത്. 6.5 ഓവറിൽ പ്രിയാൻഷ് പുറത്താകുമ്പോഴേക്കും ടീം സ്കോർ 126-ലെത്തിയിരുന്നു. സ്കോർ ബോർഡിൽ 6 റൺസ് കൂടി ചേർക്കുന്നതിനിടെ പ്രപ്സിമ്രൻ സിംഗും മടങ്ങിയെങ്കിലും പഞ്ചാബിനെ ആത്മവിശ്വാസം കൈവിട്ടില്ല. 292.31 എന്ന അപാരമായ സ്ട്രൈക്ക് റേറ്റിൽ 26 പന്തിൽ നിന്ന് 76 റൺസാണ് സിംഗ് അടിച്ചുകൂട്ടിയത്. 9 ബൗണ്ടറികളും 5 കൂറ്റൻ സിക്സറുകളുമായി താരം സ്റ്റേഡിയത്തിൽ വിസ്ഫോടനം തീർത്തു. 17 പന്തിൽ നിന്ന് 2 ഫോറുകളും 5 സൂപ്പർ സിക്സറുകളും സഹിതം 43 റൺസ് പോക്കറ്റിലാക്കിയാണ് പ്രിയാൻഷ് മടങ്ങിയത്. വൺ ഡൗണായി എത്തിയ കൂപ്പർ കനോലി 17 റൺസുമായി മടങ്ങിയെങ്കിലും മറുവശത്ത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ നിലയുറപ്പിച്ചു. കരുതലോടെ തുടങ്ങിയ അയ്യർ പിന്നെ കത്തിക്കയറി. കരുൺ നായരുടെ കൈകൾ 2 തവണ ചോർന്നപ്പോൾ ഭാഗ്യവും ഇന്ത്യൻ പോണ്ടിങ്ങിന്റെ കൂടെ നിന്നു. 4-ാം വിക്കറ്റിൽ അയ്യർ നെഹാൽ വധേരയുമായി ചേർന്ന് കെട്ടിപ്പടുത്തത്
31 പന്തിൽ നിന്ന് 56 റൺസ്. 14.3 ഓവറിൽ വധേര പുറത്തായി. പക്ഷെ അപ്പോഴേക്കും പഞ്ചാബിൻ്റെ പോരാളികൾ ചേർന്ന് ടീം സ്കോർ ബോർഡിൽ 201 റൺസ് കൂട്ടിച്ചേർത്തിരുന്നു. ശേഷം പഞ്ചാബിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 33 പന്തിൽ നിന്ന് 64 റൺസ്. മിന്നും ഫോമിൽ ബാറ്റ് ചെയ്ത അയ്യറിന് ഒരു കുലുക്കവും ഉണ്ടായില്ല. 7 പന്തുകൾ ബാക്കി നിൽക്കെ പഞ്ചാബ് ചരിത്ര വിജയത്തിലേക്ക്. 36 പന്തിൽ നിന്ന് 71 റൺസുമായി ക്യാപ്റ്റൻ അയ്യർ ടീം പ്ലേയിൽ ഫാന്റാസ്റ്റിക് ഫിനിഷറായി. മാസ്റ്റർ ക്ലാസ് ഫിനിഷിംഗ്. അതല്ലാതെ എന്തു വിശേഷിപ്പിക്കാൻ? വേട്ട അവസാനിച്ചെന്ന് ഇരയെ വിശ്വസിപ്പിക്കുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ എന്ന സിനിമാ ഡയലോഗിൻ്റെ ഉജ്ജ്വലമായ ഉദാഹരണമാണ് കളത്തിൽ പഞ്ചാബ് കിങ്സ് നടത്തിയത്. 6 മത്സരങ്ങളിലും തോൽവി അറിയാതെ അമരത്ത് തന്നെ തുടരുന്ന പഞ്ചാബിന് ഒരു ഷോക്ക് ഏൽപ്പിക്കാമെന്ന ഡൽഹിയുടെ വ്യാമോഹം വിഫലമായി. മാൻ ഓഫ് ദ മാച്ച് ആകാൻ സാധിച്ചെങ്കിലും KL രാഹുലിൻ്റെ സെഞ്ചുറി പാഴായി. ഡൽഹി തോറ്റെങ്കിലും അഭിനന്ദനീയമായ ഇന്നിംഗ്സാണ് രാഹുൽ കാഴ്ചവെച്ചത്. നിതീഷ് റാണ കനൽ കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും എന്നോർമ്മിപ്പിച്ചു. എന്നാൽ കപ്പടിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയവർക്ക് ജയിച്ചല്ലേ പറ്റൂ. അതെ, പവർ പഞ്ചുമായി പഞ്ചാബ് പ്രഖ്യാപിക്കുകയാണ്. പ്രീതി സിൻഡയുടെ കൈകളിൽ IPLൻ്റെ കനക കിരീടം ചാർത്തിക്കൊടുത്തിട്ടേ ഈ സീസണിൽ തങ്ങൾക്ക് വിശ്രമമുള്ളൂവെന്ന്.